ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി ഈ വചനവേദിയിൽ നിൽക്കുന്നത്. ഷെക്കേന ന്യൂസിലൂടെ 7 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവഭയത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് റെവറൻസ്, ഈ ശുശ്രൂഷ നമുക്ക് സ്വർഗം തന്നിരിക്കുകയാണ്. നിങ്ങളേവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെയും അടുത്ത ഒരുക്കത്തോടെയും 7 ദിനങ്ങളിൽ ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും നമ്മുടെ സഭയും ഈ ലോകം മുഴുവൻ നിറയപ്പെടുവാൻ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ലോകത്തിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ എല്ലാ അധപതനത്തിൻ്റെയും കാരണം ദൈവഭയത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മൾ ഇന്ന് തിരുസഭയിൽ കാണുന്ന പല അപജയങ്ങളുടെയും പല വിധത്തിലുള്ള ജീർണതകളുടെയും ഒരടിസ്ഥാനം ദൈവവിചാരം നമ്മുടെ ഹൃദയങ്ങളിൽ അറ്റുപോയതാണ്. ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, ഈ തലമുറ ദൈവവിചാരത്താൽ വീണ്ടെടുക്കപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് നിലവിളിയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കൃപയുടെ 7 ദിനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ ബൈബിൾ കൈകളിലേന്തി ദൈവവചനത്തിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള ചില ആത്മീയ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണിത്. നമുക്കിന്ന് എന്താണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്? എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം. യാതൊരു വിധത്തിലുള്ള മാനസികമായ വേദനയോ ദുഃഖമോ അതിലില്ലാതെ ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയ സംസാരങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ഒരുപാട് ഇടപെടലുകളെല്ലാം നമ്മളിന്ന് കാണുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ദൈവഭയത്തിൻ്റെ ആത്മാവിൽ തൻ്റെ ജനം ജീവിക്കുവാനാണ്. സങ്കീർത്തന വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 12-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം. നമുക്ക് ഒരുമിച്ച് ആ വചനം ശ്രദ്ധാപൂർവം വായിക്കാം. കർത്താവേ സഹായിക്കണമേ, ദൈവഭക്തർ, ദൈവഭയമുള്ളവർ ഇല്ലാതായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ദൈവഭയമുള്ളവരെ, ദൈവവിചാരമുള്ള മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ഇല്ലാതായിരിക്കുന്നു. മനുഷ്യ മക്കളിൽ വിശ്വസ്തരും ഇല്ലാതായി. ഇത് കർത്താവിൻ്റെ വലിയ വേദനയാണ്. നമ്മുടെ കർത്താവ് ഇന്ന് ഈ കാലഘട്ടത്തെ നോക്കി ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട്. ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങൾ മൂലം ഇന്ന് ഒരുപാട് ഈശോ നിന്ദിതനും അപമാനിതനുമാണ്. ദൈവഭയമുള്ള മനുഷ്യർ ഇല്ലാതായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കാണുന്ന ഈ ആത്മീയ അധപതനങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലേക്ക് കർത്താവ് വെളിച്ചം വീശുകയാണ്. എന്താണ് ഈ തകർച്ചയുടെ കാരണം, ഈ നാശത്തിന്റെ കാരണം? ദൈവഭയം ഇല്ലാതായിരിക്കുന്നു. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനത്തിൽ കർത്താവിൻ്റെ സപ്താത്മാക്കളെ കുറിച്ച് പരിശുദ്ധ വചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 7 സ്പിരിറ്റ്സിനെ കുറിച്ച്. ഈ കാലഘട്ടത്തിൽ ദൈവജനം മറ്റെന്തിനേക്കാളും ഉപരി
നിറയപ്പെടേണ്ടത് ഈ സപ്താത്മാക്കളിലാണ്. കർത്താവിൻ്റെ സഭയിൽ ഈ അഭിഷേകം തീ പോലെ പടരണം. നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും നമ്മളായിരിക്കുന്ന ഭവനങ്ങളിലും തലമുറകളിലെല്ലാം ഈ അഭിഷേകത്തിന് വലിയ ഒരു വേവ്, ഒരു തരംഗം തന്നെ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ വചനം എന്താണ് നമ്മോട് പറയുന്നത്? കർത്താവിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രൊഫസിയാണത്. ഈശോയെക്കുറിച്ചുള്ള പ്രവചന ഭാഗമാണ്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് നോളജ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്. മൂന്നാമത് പറയുന്നു സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ഉപദേശത്തിൻ്റെ, ആലോചനയുടെ ആത്മാവ്. ഇന്ന് നമ്മളെല്ലാം ഒത്തിരിയേറെ നിറയപ്പെടേണ്ടതാണ് ഈ ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. നാലാമത് വചനം പറയുകയാണ് സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ശക്തിയുടെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, ദൈവഭക്തിയുടെയും ആത്മാവ്, ദൈവഭയത്തിൻ്റെ ആത്മാവ്. The spirit of the fear of the Lord, the spirit of reverence. എൻ്റെ സഹോദരങ്ങളെ, ഈ ആത്മാവ് നമ്മളെ വിട്ടുപോയതാണ്. ഇന്ന് നമ്മുടെ എല്ലാവിധ നാശത്തിൻ്റെയും അധപതനത്തിൻ്റെയും ആത്മീയമായ തകർച്ചയുടെയും കാരണമെന്ന് പരിശുദ്ധ റൂഹ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവഭയം വിട്ടുപോയി, സ്പിരിറ്റ് ഓഫ് റെവറൻസ് ഇല്ലാതെയായി. ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എന്നോട് ആരും ചോദിക്കേണ്ട, എൻ്റെ ജീവിതം എൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരം അത് എൻ്റെ സ്വന്തമാണ്. ഈ ഒരു നിലപാടിലേക്ക് കാര്യങ്ങളെല്ലാം തരം താഴ്ന്നപ്പോൾ എല്ലാം ഇന്ന് നാശകോശമായി ആകെ അധപതിച്ച് തകർന്നൊരവസ്ഥയിലായി. എൻ്റെ സഹോദരങ്ങളെ, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവഭയത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, ദൈവഭയത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. സ്പിരിറ്റ് ഓഫ് റെവറൻസിനെ ഞങ്ങൾക്ക് തരണമേ. ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയത്തിന്റെ അരൂപിയെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സഭയിലേക്ക് വർഷിക്കണമേ, കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ, ലോകരാജ്യങ്ങളിലേക്ക് വർഷിക്കണമേ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി എല്ലാ തലങ്ങളിലേക്കും കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് നിലവിളിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിക്കുക. ആരും മടിക്കരുത്. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഇപ്പോൾ ചോദിക്കേണ്ടത് ദൈവഭയത്തിന്റെ ആത്മാവിനെയാണ്, ദൈവഭയത്തിന്റെ ആത്മാവിനെയാണ്, ദൈവഭയത്തിന്റെ ആത്മാവിനെയാണ്. നമ്മുടെ മറ്റേത് ആവശ്യത്തെക്കാളും, നമ്മുടെ ഏത് നിയോഗത്തെക്കാളും ഉപരി കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ, ഞങ്ങളുടെ മക്കളിലേക്ക് വർഷിക്കണമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സഹോദരി സഹോദരങ്ങളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ഞങ്ങളുടെ സഭയിലേക്ക് കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ പകരണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാവരും ഒന്നിച്ചൊന്നിച്ച് പ്രാർത്ഥിച്ച്, വിളിച്ചു പ്രാർത്ഥിച്ച്, ദാഹാർത്തരായി പ്രാർത്ഥിച്ച്, കർത്താവേ പകരുക, കർത്താവേ പകരുക, കർത്താവേ പകരുക, ദൈവഭയത്തിന്റെ ആത്മാവിനെ പകരുക. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയ എല്ലാ ജീവിതങ്ങളിലേക്കും ദൈവഭയത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച്, ഇരുകരങ്ങൾ യാചനാപുരം നീട്ടിപ്പിടിച്ച് ആഗ്രഹത്തോടെ ചോദിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ വർഷിക്കണമേ, കർത്താവേ പകരണമേ, കർത്താവേ പകരണമേ. പരിശുദ്ധാത്മാവേ,
എല്ലാവരും ഒന്നിച്ച് വിളിച്ച പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ, സഭയിൽ നിറയണമേ, സഭയിൽ നിറയണമേ, കുടുംബങ്ങളിൽ നിറയണമേ, സമർപ്പിത സമൂഹങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവായി ലോകരാജ്യങ്ങളിൽ നിറയണമേ, ഭൂഖണ്ഡങ്ങളിൽ നിറയണമേ, ദേശാന്തരങ്ങളിൽ നിറയണമേ, എല്ലാ ജനപദങ്ങളിലും ദൈവഭയത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് ആഗ്രഹത്തോടെ സ്തുതിക്കുന്നു. ഈശോയേ, യേശുവേ, ദൈവഭയത്തിന് അരൂപിയെ വർഷിക്കണമേ, ദൈവവിചാരത്തിന് വളരുവാൻ കൃപ തരണമേ. സ്പിരിറ്റ് മൂവ്. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. സഭാ സമൂഹങ്ങളിലേക്ക്, സമർപ്പിത കൂട്ടായ്മകളിലേക്ക്, എല്ലാ ഭവനങ്ങളിലേക്കും വരിക ദൈവഭയത്തിന്റെ ആത്മാവായി. വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ വളരുവാൻ, ദിനംതോറും ദൈവഭയത്തിന്റെ ആത്മാവിൽ ജീവിക്കുവാൻ കൃപ തരണമേ. ഭയഭക്തി ആദരവ് തരണമേ. കർത്താവിനോടുള്ള ബഹുമാനത്തിലും ആദരവിലും സ്നേഹത്തിലും വളരുവാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ജീസസ്, ജീസസ്, ജീസസ്. ഈശോയെ നന്ദി. ഒരു നിമിഷം സ്നേഹത്തോടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് ആരും അടിക്കണ്ട. കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഹൃദയനുറുക്കത്തോടെ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, ഞങ്ങളുടെ സഭയിലേക്ക് കർത്താവേ ദൈവഭയത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. കരങ്ങൾ കോർത്തു പിടിച്ച് നമ്മൾ ഒന്നിച്ചൊരിക്കൽ കൂടെ ഈ വരികൾ പാടി ഈ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഈ അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ദാഹിക്കുന്നവർക്ക് നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈശോ, ഈശോ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. പകരുക കർത്താവേ, ഞങ്ങളിലേക്ക് പകരുക കർത്താവേ. നഷ്ടപ്പെട്ടു പോയ ദൈവഭയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമാമേ. മാലാഖമാരോട് ചേർന്ന് കർത്താവേ, ആ ഭയഭക്തി, ആദരവ്, എല്ലാ അനാദരവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു, എല്ലാ അനാസകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. ഒരു മനസ്സോടെ പകരുക കർത്താവേ, വർഷിക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. ഈശോയെ നന്ദി.
പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ദൈവഭയത്തോടെ ജീവിച്ചതുപോലെ ഈ കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടെ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, കർത്താവിന്റെ വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് 7 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ റൂഹ എൻ്റെ ആത്മാവിൽ പ്രകാശിപ്പിച്ചു. പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തകളും ഓർമ്മകളൊക്കെ വന്നപ്പോഴും കർത്താവ് പറഞ്ഞു, അതല്ല എൻ്റെ ജനത്തോട് പങ്കുവെക്കേണ്ടത്. ഇന്ന് ലോകത്തിലും സഭയിലും നമ്മൾ കാണുന്ന ആത്മീയവും ധാർമ്മികവുമായ എല്ലാവിധ തകർച്ചയുടെയും അടിസ്ഥാന കാരണം ദൈവഭയത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവഭയമുള്ളൊരു വ്യക്തി വീണ്ടും വിചാരത്തോടെയാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ദൈവമായ കർത്താവിനോടും തൻ്റെ സമൂഹത്തോടും തൻ്റെ സഭയോടും തൻ്റെ അധികാരികളോടും തൻ്റെ പ്രിയപ്പെട്ടവരോടും തൻ്റെ ഭവനത്തിലുള്ളവരോടും താൻ ആയിരിക്കുന്നിടത്തെല്ലാം ദൈവവിചാരത്തോടെയാണ് അവനും അവളും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൈമോശം വന്നുപോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം. എന്നോട് ആരും ചോദിക്കാനും പറയാനും വരണ്ട. ഈ ജീവിതം എൻ്റെ അവകാശമാണ്. അപ്പൊ എന്തു വേണമെങ്കിലും പറയാം, എന്തു വേണമെങ്കിലും പ്രവർത്തിക്കാം. ആ ഒരു ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയ, ദൈവഭയത്തിൻ്റെ ആത്മാവ് ഇല്ലാതെ പോയ ഒരു സമയം, അതിൻ്റെ തകർച്ചകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രബലപ്പെട്ട് ദൈവവിചാരത്തോടെ ജീവിക്കുന്നവരായി നമ്മളെല്ലാം മാറ്റപ്പെടുവാൻ മറ്റേത് നാളുകളേക്കാൾ ഉപരി കർത്താവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പൂർണ്ണമായും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവഭയത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണ്? നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമേ. തൻ്റെ ജനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സെന്താണ്? സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നുണ്ട്. പരിസമാപ്തി ഇതാണ്: എല്ലാം കേട്ടുകഴിഞ്ഞതു തന്നെ ദൈവഭയമുള്ളവരായിരിക്കുക. തൻ്റെ ജനത്തെ നോക്കി എന്താ കർത്താവിന് പറയാനുള്ളത്? ദൈവഭയമുള്ളവരായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ ഉത്തരവാദിത്തം, കർത്തവ്യവും ഇത് തന്നെ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ഉത്തരവാദിത്തം എന്താണ്? ദൈവഭയത്തോടെ ജീവിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവഭയത്തോടെ ജീവിക്കുക, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇത് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാശമാണ്. ഇത് നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൊടിയ തകർച്ചയാണ്. നമ്മളിത് പാലിക്കുന്നില്ലെങ്കിൽ അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ആ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ലോകത്തിലും അതിന് പരിണിത ഫലങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ,
ദൈവഭയമുള്ളവരായിരിക്കുക. എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വം ഇത് തന്നെ എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ കുറച്ച് നാളുകളായി ഈ രാജാവായ ജോസിയായെ കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ജോസിയ രാജാവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് കർത്താവ് നൽകിയ സാക്ഷ്യങ്ങളെല്ലാം പരിശുദ്ധ വചനത്തിൽ നിന്ന് വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചില ഭാഗങ്ങൾ പ്രകാശിതമായി. എൻ്റെ സഹോദരങ്ങളെ, രാജാവായ ജോസിയ കർത്താവിനെ പ്രസാദകരമായി ജീവിച്ച രാജാവായിരുന്നു. പാപം മ്ലേച്ഛത നിറഞ്ഞു നിന്ന ആ കാലഘട്ടത്തിലെ ദൈവഭയത്തോടെ ജീവിച്ച് തൻ്റെ ദേശത്തും തൻ്റെ ജനത്തിൻ്റെ ഇടയിലും ദൈവഭയം പ്രബലപ്പെടുത്തുവാൻ വളരെയധികം അധ്വാനിച്ച രാജാവായിരുന്നു ജോസിയ. ജോസിയ രാജാവിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ സാക്ഷ്യം എന്താണ്? ഇത് കർത്താവാണ് സാക്ഷ്യം നൽകുന്നത്. 5 കാര്യങ്ങൾ പരിശുദ്ധ വചനത്തിൽ പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 49 അധ്യായം 2-3 വചനങ്ങൾ നമ്മൾ ഈ പ്രാരംഭ ദിനത്തിൽ ആമുഖമായി രാജാവായ ജോസിയായിലൂടെയാണ് ഈ വചന ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. അവിടെ 5 കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. എന്താണ്? ഒന്നാമത് പറയുന്നത്, ജോസിയ ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു. അവൻ ഉത്തമമായ മാർഗത്തിൽ കർത്താവിന്റെ വചനത്തിൽ അവൻ ജീവിച്ചു. താനൊരു രാജാവായിരിക്കെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും സകലവിധ സുഖലോലുപതിയും അനുഭവിക്കുവാൻ രാജാവിന് ഒത്തിരി സാധ്യതകളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും കർത്താവിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയില്ല. കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് അവൻ മാറിപ്പോയില്ല. ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഉത്തമ മാർഗത്തിൽ രാജാവായ ജോസിയ ജീവിച്ചു. കർത്താവിന്റെ വചനപ്രകാരം അവൻ ജീവിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്താണ്? ജനത്തെ മാനസാന്തരപ്പെടുത്തി. അവൻ ജനത്തെ മാനസാന്തരപ്പെടുത്തി. പ്രഭാഷകന്റെ പുസ്തകം 49 2-3 വചനങ്ങളിലുള്ള കർത്താവിന്റെ സാക്ഷ്യമാണ് ജോസിയായെ കുറിച്ച്. അവൻ ജനത്തെ മാനസാന്തരപ്പെടുത്തി. പാപം മ്ലേച്ഛത നിറഞ്ഞു നിന്ന് അത്രമാത്രം ദുഷിപ്പും മ്ലേച്ഛതയും അശുദ്ധിയും മലിനതയും അന്യാരാധനയും അതുപോലെ കൊടികുത്തി നിന്നിരുന്ന കാലഘട്ടത്തിൽ ജനത്തെ അവൻ മാനസാന്തരപ്പെടുത്തി. ഇന്ന് തൻ്റെ ശുശ്രൂഷകരോടെല്ലാം കർത്താവ് പറയുന്നത്, എൻ്റെ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. മാനസാന്തരം നഷ്ടപ്പെട്ടു പോയ അനുതാപമില്ലാത്ത ഒരു തലമുറയിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. അവൻ ജനത്തെ മാനസാന്തരപ്പെടുത്തി. മൂന്നാമത്തെ കർത്താവിന്റെ സാക്ഷ്യം എന്തായിരുന്നു? പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. ദേശത്ത് നിന്ന്, കർത്താവിന്റെ ആലയത്തിൽ നിന്ന്, തൻ്റെ ജനത്തിൽ നിന്ന് പാപത്തിന്റെ മ്ലേച്ഛത രാജാവായ ജോസിയെ നീക്കിക്കളയുകയാണ്. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു സാക്ഷ്യമാണ്. ഇന്ന് കർത്താവിനാൽ വിളിക്കപ്പെട്ട, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം, മിഷൻ, ദൗത്യം ഇതാണ്. ഈ തലമുറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, നമുക്കറിയുന്ന എന്തുമാത്രം ദുഷിപ്പുകളാണ്, എന്തുമാത്രം ഈ തലമുറ മലിനപ്പെട്ടു പോയി, എന്തുമാത്രം മ്ലേച്ഛതയുടെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ ദിനംതോറും നമ്മൾ കാണുന്നത്. ഓരോ വാർത്ത കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസാക്ഷി ഒത്തിരിയധികം വേദനിക്കുകയാണ്. നമ്മുടെ മനസ്സ് മരവിക്കുമാറുള്ള വളരെ 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 അരാജകത്വങ്ങൾ നിറഞ്ഞ വാർത്തകളല്ലേ നമ്മൾ ഇന്ന് ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം. ഈ കാലഘട്ടത്തില് പ്രാർത്ഥന കൊണ്ടും പരിഹാരം കൊണ്ടും സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ടും സുവിശേഷ വൽക്കരണം വഴിയും മറ്റ് ആത്മീയമായ ശുശ്രൂഷകളിലൂടെ ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിലുള്ള പാപത്തിന്റെ മ്ലേച്ഛതയ്ക്ക് അറുതി വരുത്തുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക സഹോദരങ്ങളെ. നാലാമത്തെ സാക്ഷ്യം എന്താണ്? അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു.
ഒന്നിലേക്കും വഴിമാറി പോകാത്ത വിധം തൻ്റെ ഹൃദയം, തൻ്റെ ചങ്ക് കർത്താവിൽ ഉറപ്പിക്കുകയാണ്. എത്ര മനോഹരമായ സാക്ഷ്യമാണ് ഇത്! നമ്മളെക്കുറിച്ച് കർത്താവിന് ഇത് പറയാൻ പറ്റൂ? അഞ്ചാമത്തൊരു സാക്ഷ്യം വളരെ ശ്രദ്ധാപൂർവം വായിച്ച്. അഞ്ചാമത്തൊരു സാക്ഷ്യം എന്താണ്? ദുഷ്ടരുടെ നാളുകളിൽ, ശ്രദ്ധിക്കണമേ, ദുഷ്ടതയുടെ കാലഘട്ടത്തില്, ദുഷ്ടത നിറഞ്ഞ, പാപത്തിന്റെ മ്ലേച്ഛത നിറഞ്ഞ ആ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭയം പ്രബലപ്പെടുത്തുകയാണ്. ദൈവവിചാരം അറ്റുപോയ കാലഘട്ടം, ദൈവഭയം മനുഷ്യ ഹൃദയങ്ങളിൽ മാറിപ്പോയ ആ നാളുകളിൽ രാജാവായ ജോസിയായിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവഭയം ബലപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഇതാണ് ആവശ്യം, ദൈവഭയത്തിൻ്റെ ആത്മാവ്. ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദ സ്പിരിറ്റ് ഓഫ് റെവറൻസ്. ദൈവഭയത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ ആത്മീയമായ എല്ലാ തകർച്ചയുടെയും അടിസ്ഥാനമെന്ന് തൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരിക്കൽ കൂടെ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ച കർത്താവേ, എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചേ, കർത്താവേ, കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. നഷ്ടപ്പെട്ടു പോയ ദൈവഭയത്തിന്റെ ആത്മാവിനെ ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. വർഷിക്കണമേ. അവൻ ദൈവഭയം ബലപ്പെടുത്തി. ദുഷ്ടരുടെ നാളുകളിൽ, ദുഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിൽ രാജാവായ ജോസിയ ദൈവഭയം ബലപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ആദ്യ ദിനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. രാജാവായ ജോസിയായിലൂടെ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ആ നാളുകളിൽ തൻ്റെ ഈ പ്രവൃത്തി ചെയ്തത് നമ്മൾ പഠിച്ച് ധ്യാനിക്കാൻ പോവാണ്. നാളെ മുതൽ ഇതിൻ്റെ പ്രധാന തലങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹോദരങ്ങളെ, രാജാവായ ജോസിയ കർത്താവിൻ്റെ വലിയൊരു പ്രവചനത്തിൻ്റെ അടയാളമായിരുന്നു. കർത്താവ് തൻ്റെ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് തൻ്റെ ജനത്തിന് ജോസിയ രാജാവിനെ നൽകുന്നത്. ജെറോബോവാമിന്റെ കാലഘട്ടം, പാപം അതുപോലെ നിറഞ്ഞു നിന്ന ആ ദുഷിച്ച തലമുറ, എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അന്യദേവ ആരാധനയിലേക്കും വിഗ്രഹാരാധനയിലേക്കും സകലവിധ പാപത്തിന്റെ മ്ലേച്ഛതയിലേക്കും ജനത്തെ വഴിതെറ്റിച്ചു വിട്ട ഇസ്രായേലിന്റെ രാജാവായിരുന്നു ജെറോബോവാം. അവൻ ബലിപീഠത്തിൽ കാളക്കുട്ടികളെ വെച്ച് ബലിയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് ഒരു പ്രവാചകനെ വിടുകയാണ്. തൻ്റെ ജനത്തിന്റെ ആത്മീയമായ തകർച്ച കണ്ട് കർത്താവ് ഒരുപാട് വേദനിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അവിടെ 13-ാം അധ്യായം 1-2 വചനങ്ങൾ രാജാവായ ജോസിയെ കുറിച്ചുള്ള പ്രവചനമാണ്. എന്താണ് പ്രവചനം? ജെറോബോവാം ധൂപാർപ്പണത്തിന് ബലിപീഠത്തിന് അരികെ നിൽക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്, നിങ്ങൾ ഭവനത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സാധിക്കുന്നവരായിരിക്കുന്നിടത്ത് ഒരുമിച്ച് ഉച്ചത്തിൽ വചനം വായിക്കണം. ഒരു ദൈവപുരുഷന് യൂദയായിൽ നിന്ന് ബേഥേലിൽ വന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, അല്ലയോ ബലിപീഠമേ, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ദാവീദിന്റെ ഭവനത്തിൽ ജോസിയ എന്നൊരു പുത്രൻ ജനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ പ്രവചനമാണ്. രാജാവായ ജെറോബോവാമിനും പാപത്തിൽ മുഴുകി ജീവിച്ച ആ ജനത്തിനും കർത്താവ് നൽകിയൊരു മുന്നറിയിപ്പായിരുന്നു. രാജാവായ ജോസിയ ഒരു പുത്രൻ ജനിക്കും. ജോസിയ എന്നാണ് അവന്റെ പേര്. ജോസിയ ജനിക്കുന്നതിനേക്കാൾ 360 കൊല്ലം മുൻപ്, 36 കൊല്ലം മുമ്പല്ല, ഏകദേശം 3.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവമായ കർത്താവ് ഈ പ്രവചനം തൻ്റെ ജനത്തിന് നൽകുകയാണ്. എന്തായിരുന്നു? നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും, മനുഷ്യസ്ത്രീകൾ നിന്റെ മേൽ ഹോമിക്കും എന്ന് പറഞ്ഞാൽ അന്യാരാധനയും
വിഗ്രഹാരാധനയും എല്ലാവിധ പാപത്തിൻ്റെ മ്ലേച്ഛതയും എൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ തുടച്ചു മാറ്റുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്, പ്രോമിസ് ചെയ്യുകയാണ് പ്രവചനത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ചരിത്രത്തിലേക്ക് ജോസിയ വരുന്നത്. അപ്പം ദൈവത്തിന് പ്രത്യേകമായ നിയോഗം അവൻ്റെ മേലുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ കർത്താവിനാൽ നിയോഗം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഈ തലമുറയിൽ ഒരു നിയോഗമുണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഉത്തരവാദിത്തം? ദുഷ്ടത നിറഞ്ഞ ഈ കാലഘട്ടത്തില്, പാപമളേച്ചത് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തില് ദൈവഭയം പ്രബലപ്പെടുത്തുക, കുടുംബങ്ങളിൽ ദൈവഭയം ശക്തിപ്പെടുത്തുക, നമ്മുടെ സഭയിൽ ദൈവഭയം ശക്തിപ്പെടുത്തുക, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ യുവജനങ്ങളിൽ, നമ്മുടെ ജീവിത പങ്കാളിയിൽ, സഹോദരി സഹോദരങ്ങളിൽ അറ്റുപോയി ദൈവവിചാരത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ദൗത്യമാണ് ഈ തലമുറയിൽ കർത്താവ് നമുക്ക് തരുന്നത്. കരങ്ങളുടെ ജീശോയ്ക്ക് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയേ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ കർത്താവിന്റെ പ്രവചന പ്രകാരം സമയത്തിന്റെ പൂർണ്ണതയിൽ രാജാവായ ജോസിയ ജനിക്കുകയാണ്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 34-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എല്ലാവരും വചനം ശ്രദ്ധിച്ച്. പ്രവചനം കണ്ടു, പ്രൊഫസി. ആ പ്രൊഫസിക്ക് 360 കൊല്ലങ്ങൾക്ക് ശേഷം ഇതാ അത് പൂർത്തീകരിക്കപ്പെടുന്നു, ഫുൾഫിൽ ചെയ്യപ്പെടുന്നു. രാജാവാകുമ്പോൾ ജോസിയായിക്ക് 8 വയസ്സായിരുന്നു. വെറും 8 വയസ്സ് പ്രായം. അവൻ ഒരു ചെറിയ കുഞ്ഞായിരുന്നു, 8 വയസ്സായിരുന്നു. അവൻ 31 വർഷം ജെറുസലേമിൽ വാണു ഭരിച്ചുവെന്ന് വചനം പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ ചരിത്രത്തിൽ ഇതുപോലെ പ്രായം കുറഞ്ഞൊരു രാജാവ് ഉണ്ടായിട്ടില്ല. തൻ്റെ 8-ാമത്തെ വയസ്സിൽ ജോസിയ രാജാവായി. അത് ദൈവത്തിന്റെ നിയോഗമായിരുന്നു, അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു, അത് ദൈവത്തിന്റെ പ്രത്യേകമായ വിളിയുടെ ഭാഗമായിട്ടാണ് തൻ്റെ 8-ാമത്തെ വയസ്സിൽ ജോസിയ രാജാവാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 34-ാം അധ്യായം 2-3 വചനങ്ങളിൽ ഈ ജോസിയയെ കുറിച്ച് നമുക്ക് 3 കാര്യങ്ങൾ വചനം പറഞ്ഞു തരുന്നുണ്ട്. 3 കാര്യങ്ങൾ. അതെന്താണ് ആ വചന? 2-3 വചനങ്ങൾ എന്താ കാണാൻ കഴിയുന്നത്? ഒന്നാമത്, അവൻ കർത്താവിന് മുൻപാകെ നീതി പ്രവർത്തിച്ചു. അവൻ നീതിയോടെ ജീവിക്കുകയാണ്. കർത്താവിന്റെ മുൻപിൽ ജോസിയ 8 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയൊരു കുഞ്ഞാണ് അവൻ നീതിയോടെ ജീവിക്കുകയാണ്. ആ 2-ാമത്തെ വചനം ഒന്ന് വായിച്ച്. അവിടെ എന്താ പറയുന്നത്? അവൻ കർത്താവിന്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു. പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. രണ്ടാമത്തെ സാക്ഷ്യം അതാണ്. ദാവീദിന്റെ മാർഗം, അത് കർത്താവിന്റെ വഴിയായിരുന്നു. ദൈവത്തിന്റെ മാനസപുത്രനായിരുന്നു ദാവീദ്. ദൈവ കൽപ്പനകളിൽ, ദൈവവചനത്തിൽ, ദൈവിക പ്രമാണങ്ങളിൽ അടിയുറച്ച് അണുവിട വ്യതിചലിക്കാതെ ജോസിയ കർത്താവിനെ പിൻപറ്റി ജീവിക്കുകയാണ്, കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുകയാണ്. മൂന്നാമത് അവനെ കുറിച്ച് എന്താണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്? അവൻ തന്റെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവഭയത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള വലിയൊരു വെല്ലുവിളിയാണ്. വളരെ ചെറുപ്പത്തിൽ, തൻ്റെ 8-ാമത്തെ വയസ്സിൽ ഞാൻ ചിന്തിക്കുക, എന്നാ ഒരു വിളിയായിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു അഭിഷേകം നിറയാൻ മാതാപിതാക്കൾ നമ്മൾ ഒന്നിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിൽ വളരുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്ന് തകർച്ചയുടെ കാരണം എന്താ? അവർക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. പ്രാർത്ഥനയിൽ അലസത, വചനത്തിൽ അലസത, ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് ഉത്സാഹമില്ല, അശ്രദ്ധ, അലസത, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അനാദരവുകൾ. എന്താ തന്നെ കാരണം? ദൈവഭയം നമ്മുടെ മക്കളിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവവിചാരം നമ്മുടെ കുഞ്ഞുങ്ങളിൽ അറ്റുപോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, വെറും 8 വയസ്സ് പ്രായമുള്ള സമയത്ത് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, രാജാവായ ജോസിയ
ദൈവഭയത്തോടെ ജീവിക്കുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ ദൈവഭയത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. സ്പിരിറ്റ് ഓഫ് റിവൈവൽ, ഉണർവിന്റെ ആത്മാവ് ജോസിയായെ പ്രചോദിപ്പിച്ചു. ദൈവഭയത്തിന് അരൂപി അവനെ ജ്വലിപ്പിക്കുകയാണ്, അവനെ ഉണർത്തുകയാണ്, അവനെ നയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, എത്ര മനോഹരമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണിത്. ഇന്ന് സഭയിൽ ഇതുപോലെ ആത്മാവ് പ്രവർത്തിക്കണം. ഇതുപോലെയുള്ള ജോസിയമാർ സഭയിൽ ഉണ്ടാകണം, നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിൽ നിറയണം, നമ്മുടെ യുവജനങ്ങൾ ദൈവഭയത്തിൽ നിറയണം. നമ്മുടെ ദമ്പതിമാർ, നമ്മുടെ സമർപ്പിതർ, നമ്മുടെ വന്യവൈദികർ, കർത്താവിനിൽ വിളിക്കപ്പെട്ട സകലരും ദൈവഭയത്തോടെ ജീവിക്കേണ്ട കാലം, ദൈവഭയത്തിന്റെ ആത്മാവിൽ നിറയപ്പെടേണ്ട സമയം. എൻ്റെ സഹോദരങ്ങളെ, അവിടെ മൂന്നാമത്തെ വചനം 2 ദിനവൃത്താന്തം 34 വചനത്തിന്റെ അവസാന ഭാഗത്തോട്ട് നിങ്ങൾ വരണം. അവിടെ പറയാണ്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 8-ാം ഭരണവർഷത്തിൽ, അപ്പോൾ തൻ്റെ 8-ാമത്തെ, അപ്പോൾ 16-ാമത്തെ തൻ്റെ വയസ്സിൽ, 8-ാമത്തെ വയസ്സ് രാജാവായി. ആ 8-ാം ഭരണവർഷത്തിൽ നമ്മൾ അത് വായിച്ചു. എന്താണ് അവിടെ ഉണ്ടാകുന്നത്? രാജാവായി 12 വർഷമായപ്പോൾ, അപ്പൊ പ്രായം എത്രയായി? 8-ാമത്തെ വയസ്സ് രാജാവായിട്ട് 12 വർഷമായി. അപ്പോൾ തൻ്റെ 20-ാമത്തെ വയസ്സിൽ താനൊരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ, 20 വയസ്സ് പ്രായമുള്ളൂ ജോസിയ രാജാവിന്. തൻ്റെ 20-ാമത്തെ വയസ്സിൽ എന്താ ചെയ്തത്? യൂദായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അശേരാ പ്രതിഷ്ഠകളും, ശ്രദ്ധിക്കണം, അശേരാ പ്രതിഷ്ഠകളും, കൊത്തുവിഗ്രഹങ്ങൾ, വാർപ്പ് പ്രതിമകൾ എന്നിവയും നശിപ്പിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ദേശത്ത് തന്റെ ജനത്തിനിടയിൽ നടമാടിയിരുന്ന അന്യാരാധനകള്, വിഗ്രഹാരാധനകള്, പാപത്തിന്റെ മ്ലേച്ഛതകള്, പലവിധ അശുദ്ധികള്, തിന്മകള്, ഇതെല്ലാം രാജാവായ ജോസിയെ തുടച്ചു മാറ്റുകയാണ്. കേട്ടോ, അപ്പൊ ദൈവഭയം എവിടെയുണ്ടോ അവിടെ വിശുദ്ധീകരണമുണ്ട്. എവിടെ ദൈവഭയത്തിന് ആത്മാവുണ്ടോ അവിടെ ശുദ്ധീകരണമുണ്ട്. എവിടെ ദൈവഭയത്തിന് ആത്മാവിന്റെ പ്രവർത്തനമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നിറവുമുണ്ട്. പാപത്തോട് യാതൊരു കോംപ്രമൈസും ഇല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ രാജാവായ ജോസിയ യൂദ, ജെറുസലേം ദേശങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ദുഷിപ്പുകളും, അന്യാരാധനകള്, വിഗ്രഹശക്തികള്, അതിനെയെല്ലാം തുടച്ചു മാറ്റുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന എന്തുമാത്രം പാപത്തിന്റെ മ്ലേച്ഛതകളാണുള്ളത്. നമ്മുടെ സുപ്രീം പ്രയോറിറ്റി ഒത്തിരി മാറിപ്പോയി. ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ അനാസ്ഥരായി. ദൈവിക കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് ഒരുപാട് അതിനെ അവഗണിച്ചു കളയുന്നു. പലപ്പോഴും നമ്മൾ കർത്താവിനോടും കർത്താവിന്റെ പരിശുദ്ധമായ വചനങ്ങളോടും അനാദരവ് കാണിക്കുന്നു. ഡിസ്റെസ്പെക്ട്, അതല്ലേ സാക്രിലേജ്, അതാണ് ദൈവനിന്ദ. എന്താണ് ഈ തകർച്ചയുടെ കാരണം? ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അലസത, മടി, ദൈവവചനത്തോട് മടി, ആത്മീയ ശുശ്രൂഷകളോട് നമുക്ക് നിസ്സംഗത, നിഷ്ക്രിയത്വം. എൻ്റെ സഹോദരങ്ങളെ, ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താ? നാം നമ്മോടൊന്ന് ചോദിച്ചേ. ദൈവഭയത്തിന്റെ അരൂപി നഷ്ടപ്പെട്ടു പോയതാണ്. ഒരു വ്യക്തിയിൽ ദൈവഭയത്തിന്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചാൽ ആ വ്യക്തിയുടെ ആത്മീയ ജീവിതം വളരെ സമ്പന്നമായിരിക്കും. ദൈവഭയത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ആ കുടുംബങ്ങൾ ദിനംതോറും കർത്താവിനോടുള്ള ഭയഭക്തി, ആദരവിൽ വളരുന്നൊരു കുടുംബമാകും. ഇതെന്തൊക്കെ നിസ്സംഗതകളും അനാദരവുകളും അനാസ്ഥകളും അശ്രദ്ധകളുമാണ് ഈ വിഷയത്തുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, തൻ്റെ 20-ാമത്തെ വയസ്സിൽ ദേശത്തെ ശുദ്ധീകരിക്കുകയാണ്. എല്ലാ മലിനതകളിൽ നിന്നും തനതിനെ ശുദ്ധീകരിച്ചു. 5-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, തിരുവൃത്താന്തം 2-ാം പുസ്തകം 34-ന്റെ 5-ാമത്തെ വചനത്തിൽ എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത്? അതിന്റെ അവസാന ഭാഗം വായിക്കുക. അങ്ങനെ യൂദയായെയും ജെറുസലേമിനെയും ശുദ്ധീകരിച്ചു. രാജാവായ ജോസിയെ ശുദ്ധീകരിക്കുകയാണ്.
തൻ്റെ ആ സാമ്രാജ്യത്തെ, തൻ്റെ രാജ്യം മുഴുവനെയും, ആ ദേശാന്തരങ്ങളെ കർത്താവിനായി ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കളെ, ദൈവഭയം വീണ്ടെടുത്ത് നമ്മുടെ മക്കളെ നമ്മൾ കർത്താവിനായി ശുദ്ധീകരിക്കേണ്ട സമയമാണിത്. ദൈവഭയം വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ നാം കർത്താവിനായി ശുദ്ധീകരിക്കേണ്ട സമയമാണിത്. നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ കർത്താവിനായി ശുദ്ധീകരിക്കപ്പെടേണ്ട സമയം. നമ്മുടെ സഭ മുഴുവനിലും ഈ ശുദ്ധീകരണത്തിന്റെ തീ പടരണം. നമ്മൾ പാടുന്നില്ലേ, ശുദ്ധീകരിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആ ജോസിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പാപമ്ലേച്ഛതകളും അന്യാരാധനകളും വിഗ്രഹ ശക്തികളുടെ സ്വാധീനങ്ങളും എല്ലാവിധ അശുദ്ധതകളും നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിയേ. നമ്മൾ ആ വിഷ്വലിലൂടെ കാണുകയാണ്. കൊച്ചു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയ സഹോദരങ്ങളെ, എന്തുമാത്രം അശ്ലീലത നിങ്ങൾ നോക്കിയേ കണ്ടോ. സത്യദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ഏകസത്യ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് അന്യാരാധനകൾ ചെയ്യുന്നു, പരസ്പരം ദേഷിക്കുന്നു, രക്തം ചിന്തുന്നു, വിവിധങ്ങളായ മ്ലേച്ഛതകളിൽ ദൈവം മുഴുകുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇത് ആരാ ചെയ്യുന്നത്? ദൈവത്തിന്റെ ജനമാണ്. എന്തുമാത്രം ആത്മീയ അധപതനം സംഭവിച്ചവർക്ക്, അവർ ആത്മീയ അന്ധതയിലായി, ദൈവവിചാരം അറ്റുപോയി. കണ്ടു, ആ വിഗ്രഹ ശക്തി ആരാധിക്കണ കണ്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് പരിത്യജിച്ചുകൊണ്ട് ഇത് ചെറിയ കുഞ്ഞുങ്ങളെ നരബലിയായിട്ട് സമർപ്പിക്കുകയാണ്. ആ ബാൽദേവനെ കൊണ്ട് സമർപ്പിക്കുന്നത് കണ്ടു. അത്രമാത്രം കൊടിയ പാപങ്ങൾ അവിടെ അരങ്ങേറി. നിങ്ങൾ ശ്രദ്ധിച്ചേ എന്റെ സഹോദരങ്ങൾ, ഇതിൽ നിന്നാണ് രാജാവായ ജോസിയ തന്റെ ജനത്തെ ശുദ്ധീകരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വന്യവൈദികരെ, ഈ ദൗത്യമില്ല കർത്താവ് തന്നിരിക്കുന്നത്. എന്റെ അമ്മമാരെ, എന്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, സന്യസ്തരെ, ഈ ദൗത്യമല്ല പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജനത്തെ ശുദ്ധീകരിക്കുക, നഷ്ടപ്പെട്ടു പോയി ദൈവഭയം വീണ്ടെടുക്കുക, മനുഷ്യ ഹൃദയങ്ങളിൽ അറ്റുപോയി ദൈവവിചാരത്തെ വീണ്ടെടുക്കുക. അതിനുവേണ്ടി നമ്മൾ മുട്ടുമടക്കണം, പ്രാർത്ഥിക്കണം, കണ്ണുനീരൊഴുക്കണം. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ തലങ്ങളിലേക്കും, ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ തലങ്ങളിലേക്കും ദൈവഭയത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. ദൈവഭയത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ. ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു. എന്റെ സഹോദരങ്ങൾ, 8ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, വളരെ മനോഹരമായൊരു വചനമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. നമ്മൾ ഇന്ന് രാജാവായ ജോസിയായിലൂടെയാണ് ദൈവഭയത്തിന്റെ ആത്മാവ് ആമുഖ സന്ദേശം കേൾക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജോസിയ ചെയ്ത ശുശ്രൂഷയാണ് നമ്മളായിരിക്കുന്ന ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മൾക്ക് നിയോഗം തന്നിരിക്കുന്നത്. 8ാം വചനം പറയുന്നു, 18ാം ഭരണവർഷത്തിൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ജോസിയ രാജാവിന് 26 വയസ്സ് പ്രായം. തന്റെ 26ാമത്തെ വയസ്സിൽ, ആ പ്രായത്തിൽ ദേശവും കർത്താവിന്റെ ആലയം, അത് കർത്താവിന്റെ സഭയാണ്, അത് പഴയ നിയമസഭയാണ്, അത് കർത്താവിന്റെ ജനമാണ്. ശ്രദ്ധിക്കണം, ദേശത്തെ മാത്രമല്ല, കർത്താവിന്റെ ജനത്തെ, കർത്താവിന്റെ സഭയെ, കർത്താവിന്റെ ആലയത്തെ ജോസിയ ശുദ്ധീകരിച്ചു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് വലിയൊരു മിഷൻ അല്ല സഹോദരങ്ങൾ, ഇതല്ല നമ്മുടെ ദൗത്യം.
നമ്മളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശുദ്ധീകരിക്കണം ദൈവഭയത്താൽ. നമ്മുടെ സഭയിൽ ഈ ഒരു ശുദ്ധീകരണം ഉണ്ടാകണ്ടേ? എന്തുമാത്രം അപജയങ്ങളാണ് നമ്മുടെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭയത്തിൻ്റെ ആത്മാവിൽ വൈദികർ നിറയാൻ, സമർപ്പിതർ നിറയാൻ, ആത്മായ പ്രേക്ഷിതർ നിറയാൻ നമ്മൾ പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകൾ. എൻ്റെ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനു ശേഷം രാജാവായ ജോസി എന്താ ചെയ്തത്? തൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുവാൻ അവിടെയുള്ള ചില ശ്രേഷ്ഠന്മാരെ ജോസിയ നിയോഗിച്ചു. കർത്താവിന്റെ ആലയത്തെ റീസ്റ്റോർ ചെയ്യാൻ, കർത്താവിന്റെ സഭയെ പുനരുദ്ധരിക്കാൻ. ഏതിലൂടെ? ദൈവഭയത്തിന്റെ ആത്മാവിലൂടെ. നഷ്ടപ്പെട്ടു പോയ ദൈവഭയം പ്രബലപ്പെടുത്തി ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഈ ദൈവഭയത്തിന്റെ അരൂപിയെ പുനഃസ്ഥാപിക്കുവാനുള്ള നിയോഗങ്ങൾ തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് രാജാവായ ജോസിയെ നൽകുകയാണ്. വളരെ ശ്രദ്ധിക്കണം സഹോദരൻ. നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങളല്ലേ സഹോദരങ്ങളെ? ഇതല്ല നമ്മുടെ ഉത്തരവാദിത്വം. കർത്താവിൻ്റെ സഭയെ റീസ്റ്റോർ ചെയ്യാനുള്ള വിളിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സഭയെ പുനഃസ്ഥാപിക്കുവാൻ, കർത്താവിൻ്റെ സഭയെ എംപവർ ചെയ്യുവാൻ, ശക്തിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സഭയെ നവീകരിച്ച് ബലപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സഭയെ കൂടുതൽ തേജസ്സുള്ളവളാക്കി മാറ്റുവാൻ അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ നിയോഗം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ആലയത്തിൻ്റെ കേടുപാടുകളൊക്കെ പോക്ക് അവിടെ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ആലയത്തിന് തകർച്ച വന്നത്? കർത്താവിൻ്റെ സഭയിൽ ഈ തകർച്ച എന്തുകൊണ്ടാണ് വന്നത്? കർത്താവിൻ്റെ ജനത്തിന് ഈ ആത്മീയമായ അധപതനം എന്തുകൊണ്ട് സംഭവിച്ചത്? 11-ാമത്തെ വചനം പറയുന്നു. എന്താ പറയുന്നത്? യൂദാ രാജാക്കന്മാരുടെ അശ്രദ്ധ. കണ്ടോ, യൂദാ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ശ്രദ്ധിച്ചു പോയി, അവിടെ ജീർണിച്ചു. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. എവിടെ അശ്രദ്ധയുണ്ടോ അവിടെ ജീർണതയുണ്ട് മക്കളെ. എവിടെ മാതാപിതാക്കൾ അശ്രദ്ധയുള്ളവരായാൽ മക്കൾ ജീർണിച്ചു പോകും, ആ കുടുംബം ജീർണിച്ചു പോകും, അവിടെ പല അപജയങ്ങൾ ഉണ്ടാകും. അത് സഭയിലാണെങ്കിലും. ബഹുമാനപ്പെട്ട വന്യവൈദികർ അശ്രദ്ധയിലേക്ക് പോയാൽ ദൈവജനത്തിൽ ജീർണത വരും, സഭയ്ക്കകത്ത് ജീർണതകൾ കടന്നുകൂടും. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അശ്രദ്ധ കാണിച്ചാൽ, കർത്താവിൻ്റെ ലീഡേഴ്സ് നേതൃത്വം അശ്രദ്ധ കാണിച്ചാൽ അവിടെ ജീർണതയാണ്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളുടെ നാശത്തിന് കാരണം എന്താ? ഈ അശ്രദ്ധയാണ്, അലംഭാവമാണ്, ഉദാസീനതയാണ്. വചനം പറയാ, യൂദാ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം കർത്താവിന്റെ ആലയം ജീർണിച്ചു പോയി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, അശ്രദ്ധ വലിയ പാപമാണ്. പറഞ്ഞേ, മാതാപിതാക്കളെ വളരെ ശ്രദ്ധയുള്ളവരാകണം. മക്കളുടെ ആത്മീയ ജീവിതം, അവർ ദൈവഭയത്തിൽ വളരുന്നുണ്ടോ? അവർ ദൈവവിചാരത്തിൽ ജീവിക്കുന്നുണ്ടോ? അവർ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അവർ ദൈവഭയത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? അവിടെ ആത്മീയ ജീവിതം എങ്ങനെയാണ്? മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവിടെ അശ്രദ്ധ പാടില്ല, അവിടെ അലംഭാവം പാടില്ല, അവിടെ അനാസ പാടില്ല. ജീർണതയുണ്ടാകും, അവിടെ നാശമുണ്ടാകും, തകർച്ചയുണ്ടാകും. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ജീർണത വന്ന് അത് നശിക്കുകയാണ്. അവിടെയാണ് ആലയത്തെ പുനരുദ്ധരിക്കുവാൻ ജോസിയ മുന്നോട്ട് വരുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ നമ്മളായിരിക്കണം. 14-ാം വചനത്തിൽ പറയാണ്, ഈ ആലയം ഇങ്ങനെ റിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായി എന്നറിയോ? നൂറ്റാണ്ടുകളായി നഷ്ടപ്പെട്ടു പോയ ആ നിയമഗ്രന്ഥം, ആ വേർഡ് ഓഫ് ഗോഡ്, മോശ മുഖേന കർത്താവ് നൽകിയിട്ടുള്ള നിയമഗ്രന്ഥം ഉണ്ടല്ലോ, അത് കണ്ടെത്തുകയാ. നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് കണ്ടെത്തുകയാണ്. കാരണം അശ്രദ്ധ മൂലം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. വർഷങ്ങളായിട്ട് ഇത് വായിക്കുവാനും കർത്താവിൻ്റെ അരുളപ്പാടുകൾ, ആലോചനകൾ സ്വീകരിക്കുവാനും അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അത് പറയാൻ ആരുമില്ല. എന്നാൽ ആ കേടുപാടുകൾ പോക്കുന്ന സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ നിയമഗ്രന്ഥം കണ്ടെടുക്കുകയാണ്.
നിങ്ങൾ ആ വിഷ്വൽ നോക്കി, ആ സ്ക്രീനിലോട്ട് നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ് ആ രംഗങ്ങൾ അവിടെ. ഇത് രാജാവായ ജോസിയ, 26 വയസ്സ് അവനെ പ്രായമുള്ളൂ, ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കുക. ചെറുപ്പക്കാരൊക്കെ ഈ അഭിഷേകം പ്രാപിക്കണം. നമ്മുടെ യുവജനങ്ങളിലേക്ക് ഈ അഭിഷേകം ഇറങ്ങി വരണം. കണ്ടു, ആ കേടുപാടുകൾ പോക്കുന്ന സമയത്ത് നിയമഗ്രന്ഥം കണ്ടെത്തുകയാണ്. നൂറ്റാണ്ടുകളെ നഷ്ടപ്പെട്ടു പോയ നിയമഗ്രന്ഥം അവര് കണ്ടെടുത്തു. നമുക്കിതുപോലെ പലതും കൈമോശം വന്നു പോയി, നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോയി. വിലപിടിപ്പുള്ള വിലയേറിയത് പലതും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ സഹോദരങ്ങളെ, ഇത് അനുദപിക്കേണ്ട സമയമാണ്, അനുദപിക്കേണ്ട സമയമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയില്ലേ നമുക്ക്? ദൈവവചനത്തോടുള്ള പ്രതിബദ്ധത പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? കർത്താവിനോടും കർത്താവിന്റെ പ്രമാണങ്ങളോടും പലപ്പോഴും നമ്മൾ അനാസ്ഥ കാണിക്കുന്നില്ലേ? നമ്മൾ അത് അവഗണിച്ച് കളയുന്നു, ചവിട്ടിക്കളയുന്നു. അതുകൊണ്ട് വിലപ്പെട്ടത് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. എന്റെ സഹോദരങ്ങളെ, ജോസിയ രാജാവിന്റെ കാര്യസ്ഥനായ ഷാഫാൻ, നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങള് ആ ഷാഫാൻ ആ നിയമഗ്രന്ഥത്തിന്റെ ആ വചനങ്ങള് രാജാവിന്റെ മുമ്പിൽ വായിക്കുകയാണ്. ഇത് വായിച്ചു കേട്ടപ്പോൾ അവന് മനസ്സിലായി. അനുതാപത്തോടെ വസ്ത്രം വലിച്ചു കീറുകയാണ്. കണ്ടു, തന്റെ രാജകീയമായ മേലങ്കി. നിങ്ങൾ ഒരു സെക്കൻഡ് ആ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ആ തന്റെ രാജകീയമായ വസ്ത്രം ഇതാ ജോസിയ വലിച്ചു കീറി. എന്തുകൊണ്ടാണെന്നറിയോ? ആ നിയമഗ്രന്ഥത്തിൽ തന്റെ ജനത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ദൈവിക ആലോചനകൾ കേട്ടപ്പോൾ ജോസിയയ്ക്ക് മനസ്സിലായി, ഒരുപാട് പാപം ചെയ്ത കർത്താവിനെ വേദനിപ്പിച്ചു, ഒരുപാട് കർത്താവിൽ നിന്ന് വഴിമാറിപ്പോയി, ഒത്തിരിയേറെ കർത്താവിനെ സങ്കടപ്പെടുത്തി, കർത്താവിനോട് നിരന്തരമായി അനുസരണക്കേട് കാണിച്ചു, ദൈവഭയം നഷ്ടപ്പെട്ട് എല്ലാവിധ പാപത്തിന്റെ മ്ലേച്ഛതയിലും ജനം മുഴുകി. അവൻ എഴുന്നേറ്റ്, അവിടെ വചനം പറയുന്നുണ്ട്, തന്റെ വസ്ത്രം കീറി എന്നാ പറയുന്നത്. ആ വചനം ഏതാ? നിങ്ങൾ 18, 19 വചനങ്ങൾ ശ്രദ്ധിച്ച്, 2 ദിനവൃത്താന്തം 34-ന്റെ 18, 19 വചനങ്ങൾ മുമ്പിൽ വായിച്ചു. 19-ാമത്തെ വചനം വായിച്ചു. 19-ാമത്തെ വചനം. നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. കണ്ടോ, ഹൃദയവേദനയോടെ വസ്ത്രം കീറി. ആ രംഗമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. രാജാവായ ജോസിയ ഹൃദയവേദനയോടെ വസ്ത്രം കീറുകയാ, താൻ അനുതപിക്കുകയാ, റിപ്പന്റ് ചെയ്യുക. കർത്താവെ തെറ്റിപ്പോയി. എന്റെ സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു ദൈവജനത്തിന്റെ ഈ ദുസ്ഥിതിക്ക് കാരണം, ദൈവജനത്തിന്റെ ആത്മീയ തകർച്ചയ്ക്ക് കാരണം കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളുമല്ലേ സഹോദരങ്ങളെ? നമ്മൾ ഹൃദയം കീറേണ്ട സമയമാ, നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിക്കേണ്ട സമയമാ, നമ്മൾ പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാ. സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ദൈവഭയത്തിന്റെ ആത്മാവ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, നമ്മിൽ ക്ഷയിച്ചു പോയ പരിശുദ്ധാത്മാവിന്റെ അതിസ്വാഭാവിക കൃപാവരങ്ങൾ നമുക്ക് ഈ നാളുകളിൽ ആവശ്യമാണ്. നമ്മുടെ സഭയ്ക്ക് അത് ആവശ്യമാണ്, നമ്മുടെ ശുശ്രൂഷകൾക്ക് അത് ആവശ്യമാണ്, നമ്മുടെ കൂട്ടായ്മകൾക്ക് അത് ആവശ്യമാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ കരങ്ങളൊന്ന് കോർത്തു പിടിച്ചായിരിക്കുന്ന കരങ്ങളൊന്ന് കോർത്തു പിടിച്ച് ഒന്ന് ഹൃദയം തുറന്നൊരു 3 പ്രാവശ്യം വിശ്വസിച്ച് വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് അവന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഭയിൽ ശക്തിപ്പെടട്ടെ, അവന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ബലപ്പെടട്ടെ, അവന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അതീവ ശക്തിയോടെ വെളിപ്പെടട്ടെ, വലിയ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. ഒന്നിച്ചു വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധ റൂഹായേ, സ്വർഗീയ തീയേ, ദൈവത്തിന്റെ കാറ്റേ, ദൈവഭയത്തിന്റെ ആത്മാവേ, പ്രബലപ്പെടുക,
ഹല്ലേലൂയ. സഭയിൽ ശക്തിയോടെ പ്രവർത്തിക്കുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. സഭയിലേക്ക് വർഷിക്കണമേ, സഭയിലേക്ക് വർഷിക്കണമേ, കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ. ഓ ജീസസ്, ജീസസ്, സ്തോത്രമാമേ. എന്റെ സഹോദരങ്ങളെ, ആ നിയമഗ്രന്ഥം കണ്ടെത്തുകയാണ്. അതിലുള്ള ദൈവിക ആലോചനകൾ രാജാവ് അറിയുകയാണ്. കൊണ്ടു നമ്മൾ ഇന്ന് ഈ ആലോചന ചോദിക്കണം. ദൈവഭയത്തിന്റെ ആത്മാവ് പ്രബലപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? കർത്താവ്, ഞങ്ങൾ എന്താണ് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്? എൻ്റെ ശുശ്രൂഷകരായ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ വന്യവൈദികരെ, എൻ്റെ സമർപ്പിതരെ, സന്യസ്തരെ, ചങ്ക് തുറന്ന് ഹൃദയം നുറുങ്ങി കർത്താവിനോട് ചോദിക്കണം. വാട്ട് ഷാൽ വി ഡു? ഓ ലോർഡ്, വാട്ട് ഷാൽ വി ഡു? കർത്താവെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവഭയത്തിന്റെ ആത്മാവിനെ പ്രബലപ്പെടുത്തുവാൻ ഈ തലമുറയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം കർത്താവേ? ഈ ആലോചനയാണ് തുടർന്ന് രാജാവായ ജോസിയ ചോദിക്കുന്നത്. അതിന് ജോസിയ ചില ശ്രേഷ്ഠന്മാരെ വിളിച്ച്, ഹുൽദ ആ കാലഘട്ടത്തിൽ വലിയൊരു പ്രൊഫറ്റസ് ആയിരുന്നു, പ്രവാചകിയായിരുന്നു. ഹുൽദ പ്രവാചകി, ദൈവത്തിൻ്റെ ആലോചന സ്വീകരിച്ച നല്ല കൃപയുള്ളൊരു പ്രവാചകി. ആ പ്രവാചകിയുടെ അടുത്തേക്ക് തൻ്റെ ശ്രേഷ്ഠരെ വിടുകയാണ്. ഹുൽദ പ്രവാചിയുടെ അടുക്കിൽ ചെന്നപ്പോൾ ആ 22-ാമത്തെ വചനം വായിച്ച്, 22 പെട്ടെന്ന് വായിച്ചു. 34-22 എന്താ പറയുന്നത്? ഹുൽദ പ്രവാചകിയുടെ ഹിൽക്കിയായും രാജാവ് അയച്ച മറ്റുള്ളവരും കൂടി ഹുൽദ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്രവാചകിയോട് ദൈവത്തിന്റെ ആലോചന ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഈ പാപം മ്ലേച്ഛതയും ദൈവഭയം നഷ്ടപ്പെടുത്തി ദൈവവിചാരമില്ലാതെ എല്ലാവിധ മ്ലേച്ഛതയിലും മലിനതയിലും അശുദ്ധിയിലും അന്യാരാധനയിലും ദൈവത്തിന് ജനം ദുഷിച്ചുപോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 23 മുതലുള്ള വചനങ്ങളിൽ എന്താ നമ്മൾ കാണുന്നത്? ആ വചനം സ്ക്രീനിലോട്ട് നോക്കി നിർത്തി വായിച്ച് എന്താ പറയുന്നത്? അവൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അയച്ചവനോട് ചെന്നു പറയുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുവിൻ. എന്താണ് കർത്താവ് അരുളി ചെയ്യുന്നത്? 24-ാമത്തെ വചനം ശ്രദ്ധിച്ച്, എന്താ കർത്താവ് അരുളി ചെയ്യുന്നത്? യൂദാ രാജാവിന്റെ മുൻപിൽ പ്രിയപ്പെട്ടവരെ, അവിടെ 5 കാര്യങ്ങൾ പറയുകയാണ്. യൂദാ രാജാവിനോട് ചെന്ന് പറയുക. യൂദാ രാജാവിന്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്റെ മേൽ, ഇവിടുത്തെ നിവാസികളുടെ മേൽ ഞാൻ വർഷിക്കും. ജനശാപഗ്രസ്തരായി തീരുകയാ. ഈ അന്യാരാധനയിലും പാപമ്ലേച്ഛതയിലും അശുദ്ധിയിലും വഴിവിട്ട മ്ലേച്ഛതകളിലും ജീവിച്ച് കർത്താവിനെ നിരന്തരം പ്രകോപിപ്പിച്ച് വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി അവർ ജീവിച്ചപ്പോൾ കർത്താവ് ആലോചന കൊടുക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ മേലും ഇവിടുത്തെ ജനത്തിന്റെ മേലും ഞാൻ അനർത്ഥങ്ങൾ ഉണ്ടാവും. ജഡ്ജ്മെന്റ്, ന്യായവിധി വരികയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. നമുക്കത് ടൈറ്റിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. എന്താണ്? ജനത്തിന്റെ മേൽ എന്ത് വരുന്നു? 5 കാര്യങ്ങൾ. അനർത്ഥങ്ങൾ ദേശത്തിന്മേലും ദേശനിവാസികളുടെ മേലും വരും. ദേശവാസികളുടെ മേലും വരും, അനർത്ഥങ്ങൾ വരും. രണ്ടാമത്തെ ആലോചന എന്താണ്? ഹുൽദ പ്രവാചിക ജോസിയ രാജാവിനെ അറിയിക്കാനായി നിർദ്ദേശിച്ചത്. രണ്ടാമത്തെ ആലോചന എന്തായിരുന്നു? അവർ എന്നെ പരിത്യജിക്കുകയും ദേശത്തിന്റെ മേൽ കർത്താവിന്റെ ക്രോധമുണ്ടാകും. നിരന്തരമായ അനുസരണക്കേടുകളും അവിശ്വസ്തതയാർന്ന പ്രവർത്തനവും വഴിവിട്ട അന്യാരാധനകളും ദൈവഭയം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ദൈവജനത്തിന്റെ ജീവിതം മൂലം ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാവുകയാണ്, ക്രോധം വരികയാണ്.
ആ വചനത്തിന്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത്? ആ ക്രോധം, എന്റെ ക്രോധം ഞാൻ ചൊരിയും, അത് ശമിക്കുകയില്ല. മൂന്നാമത് അത് ശമിക്കുകയും. മൂന്നാമത്തെ അടയാളം അതാണ്, മൂന്നാമത്തെ ആലോചന അതാണ്. ഒന്നിച്ചു വായിച്ച് നമ്മൾ ദേശത്തിന്മേലുള്ള കർത്താവിൻ്റെ ക്രോധം ശമിക്കുകയില്ല. ഒരു സെക്കൻഡ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി സഹോദരങ്ങളെ. കർത്താവിൻ്റെ വചനങ്ങളോടുള്ള, പ്രമാണങ്ങളോടുള്ള നിരന്തരമായ അനുസരണക്കേടുകൾ, അതൊരു വ്യക്തിയാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഒരു സമൂഹമാകട്ടെ, അത് സഭയാകട്ടെ, അതൊരു രാജ്യമാകട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ അവിടെ വലിയ അനർത്ഥങ്ങളും തകർച്ചകളും ഉണ്ടാകും സഹോദരങ്ങളെ. അവിടെ വലിയ അപജയങ്ങൾ ഉണ്ടാകും, പല വിധത്തിലുള്ള നാശങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും അവിടെ സംഭവിക്കും. അപ്പം ദൈവവചനത്തോടുള്ള അനുസരണക്കേടുകൾ നമ്മളെ നാശത്തിലെത്തിക്കും. കർത്താവ് പറയാണ്, എൻ്റെ ക്രോധം ശമിക്കുകയില്ല. എന്നാൽ അനുതാപത്തിന് ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. റിപ്പൻറ്റൻസിന് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ. അനുതാപത്തിന് വലിയ ശക്തിയുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതപിക്കുന്ന ജീവിതങ്ങളിൽ, അനുതപിക്കുന്ന ജീവിതങ്ങളോട്, അനുതപിക്കുന്ന കുടുംബങ്ങളോട്, അനുതപിക്കുന്ന സമൂഹങ്ങളോട്, അനുതപിക്കുന്ന നേതൃത്വത്തോട് കർത്താവിന് പ്രത്യേകമായ കരുണയും കൃപയുമുണ്ട്. ഈ അനർത്ഥങ്ങളെക്കുറിച്ച് രാജാവായ ജോസിയ നിയമഗ്രന്ഥത്തിൽ വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, വീഡിയോയിൽ കണ്ടു, അനുതാപ ഹൃദയത്തോടെ, ഹൃദയവേദനയോടെ തൻ്റെ രാജകീയ വസ്ത്രം അവൻ കീറുകയാണ്. അത് തൻ്റെ ഹൃദയവേദനയുടെ ബാഹ്യമായ അടയാളമാണ്. രാജാവ് വസ്ത്രം കീറി നിലവിളിക്കുകയാണ്. രാജാവായ ജോസിയായുടെ ഈ അനുതാപം, തൻ്റെ ജനത്തിൻ്റെ ആത്മീയമായ തകർച്ചയെ പ്രതിയുള്ള രാജാവിൻ്റെ അനുതാപം. നമ്മൾ ഇവിടെ ഒരു മെസ്സേജ് നമുക്കുണ്ട്. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ തെറ്റായ ജീവിതം, നമ്മുടെ മക്കൾ ദൈവഭയത്തിൽ ജീവിക്കുന്നില്ല, നിങ്ങൾ വിഷമിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവർക്ക് വേണ്ടി നമ്മൾ അനുതപിക്കണം കർത്താവിൻ്റെ മുൻപിൽ. വഴിവിട്ട ബന്ധങ്ങൾ, കർത്താവില്ലാത്ത പ്രണയ കുരുക്കുകൾ, കൗദാശിക ജീവിതമില്ല, സഭയുമായിട്ട് ബന്ധമില്ല. ഇത് മക്കൾ മാത്രമല്ല, എത്രയോ കർത്താവിനാൽ വിളിക്കപ്പെട്ടവർ ഈ വിധമായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ തൻ്റെ ജനത്തിനു വേണ്ടി രാജാവായി ജോസി അനുതപിക്കുകയാണ്. ബഹുമാനപ്പെട്ട വന്യവൈദികരെ, ദൈവജനത്തിനു വേണ്ടി വൈദികരായി നിങ്ങൾ അനുതപിക്കണം. ജനത്തിൻ്റെ ആത്മീയ തകർച്ചയെ പ്രതി കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ വന്യവൈദികനും നിലവിളിച്ച് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. ദൈവഭയത്തിൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള വഴിയാണത്. നഷ്ടപ്പെട്ടു പോയ ദൈവഭയത്തിൻ്റെ അരൂപിയെ വീണ്ടെടുക്കുവാനുള്ള വലിയൊരു വഴിയാണ് റിപ്പൻറ്റൻസ്, അനുതാപം. അത് കുടുംബമാകട്ടെ, അതൊരു സമൂഹമാകട്ടെ, അത് സഭയാകട്ടെ, അതാണ് അതിൻ്റെ അടിസ്ഥാന മർമ്മം. ഇവിടെ രാജാവിനോട് എന്താണ് ദൂത് അറിയിക്കുന്നത്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്ത വചനം കണ്ടു. ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കുമെതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുതപിക്കുകയും, അനുതപിച്ചതിനാൽ നിന്റെ യാചന ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തെ ആലോചന അതാണ്. കണ്ടു, നീ അനുതപിച്ചു. ഈ ദേശത്തിന്റെ മേലും ഈ ദേശത്തിലെ ജനത്തിന്റെ മേലും ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളെ കുറിച്ച് നീ കേട്ടപ്പോൾ ജോസിയ നീ അനുതപിച്ചു. കർത്താവ് ഈ വിളിയ നമുക്ക് തന്നിരിക്കുന്നത് നശിക്കുന്ന ആത്മാക്കളെ പ്രതി, ദൈവഭയം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓരാത്മാവിനെ പ്രതി നമ്മൾ അനുതപിക്കണം ദൈവസന്നിധിയിൽ. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഭയമില്ലാതെ ജീവിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയാണോ, നമ്മുടെ മക്കളാണോ, നമ്മുടെ സഹോദരന് സഹോദരിയാണോ, നമ്മുടെ അപ്പനും അമ്മയാണോ, നമ്മുടെ പ്രിയപ്പെട്ടവരാണോ, നമ്മുടെ സമൂഹത്തിലുള്ളവർ ഏതെങ്കിലും വ്യക്തിയാണോ, ആരുമാവട്ടെ, അവരെ പ്രതി നമ്മൾ അനുതപിക്കുമ്പോൾ കർത്താവ് കരുണ ചൊരിയും,
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സഭയിൽ, സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ, കുടുംബങ്ങളിൽ പ്രബലപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അല്പൂടി സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. എന്റെ സഹോദരങ്ങളെ, അഞ്ചാമത്തെ ആലോചന എന്താണെന്നറിയോ? നീ അനുതപിച്ചതുകൊണ്ട് ഈ അനർത്ഥങ്ങൾ നിന്റെ കാലത്ത് സംഭവിക്കുകയില്ല, നിനക്കത് കാണേണ്ടി വരികയില്ല. കർത്താവ് അത് മാറ്റിക്കളയുകയാണ്. ആ ന്യായവിധികളൊക്കെ മാറ്റുകയാണ്, ആ ശിക്ഷാവിധികളെല്ലാം മാറ്റിക്കളയുകയാണ്. കേട്ടോ, എപ്പോഴാ? റിപ്പന്റ് ചെയ്തപ്പോൾ, അനുതപിച്ചപ്പോഴാണ്. അനുതാപത്തിന്റെ ശക്തിയാണ് സഹോദരങ്ങളെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. രാജാവിന് മനസ്സിലായി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. ജനം അത്രമാത്രം ആത്മീയ തകർച്ചയിലാണ്. കർത്താവ് ജനത്തിന്റെ മധ്യയില്ല. ദൈവഭയത്തിന്റെ ആത്മാവ് ജനത്തെ വിട്ടുപോയിരിക്കുന്നു, ഈ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു. പാപം മുളച്ചത് മൂലം ഈ നാട് ദുഷിച്ചു പോയി. അതെല്ലാം ജോസിയെ ശുദ്ധീകരിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവഭയം ബലപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഉടമ്പടി തകർന്നു പോയ, കർത്താവുമായിട്ടുള്ള ആ ഉടമ്പടി നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ഉടമ്പടി വീണ്ടും നവീകരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയായി ഇന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. മാതാപിതാക്കളെ, കുടുംബത്തെ ഒരുമിച്ച് വിളിച്ചു കൂട്ടണം. നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ അനുതപിച്ച് നമ്മൾ കർത്താവുമായിട്ട് നമ്മൾ ഒരു ബന്ധത്തിലേക്ക് വരണം. കർത്താവുമായിട്ട് നമ്മളൊരു ഉടമ്പടിയിലേക്ക് വരണം. മാതാപിതാക്കൾ മുൻകൈ എടുക്കണം. മക്കളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടണം. എന്നിട്ട് കർത്താവിനോട് കാണിച്ച അനാദരവുകൾ, വചനത്തോട് കാണിച്ച ഡിസ്റെസ്പെക്റ്റുകൾ, ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് വന്നുപോയി വീഴ്ചകളല്ലേ? ഇതിന് ആര് അനുതപിക്കുന്നു? ആര് പരിഹാരം ചെയ്യുന്നു? ആരാ ഇതൊക്കെ പുതുക്കുന്നത്? നമുക്ക് എവിടെ ഇതിനൊക്കെ സമയം? നമുക്ക് എവിടെ ഇതിനൊക്കെ നേരം? വെറുതെയാണ് നമ്മൾ ഈ നാശം അനുഭവിക്കുന്നത്. നമ്മുടെ തകർച്ചയുടെ കാരണം എന്താ സഹോദരങ്ങളെ? നമ്മോട് ചോദിക്കണം. ഇത് വചനത്തിൽ വെളിപ്പെട്ട ആത്മീയ മർമ്മങ്ങളാണ്. ജോസിയ രാജാവിന് മനസ്സിലായി, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ദേശം നശിച്ചു പോകും. അതിന് രാജാവ് എന്ത് ചെയ്തു? രാജാവ് അതിന് എന്താ ചെയ്തത്? എൻ്റെ അവസാന ഭാഗത്തോട്ട് വരികയാണ്. രാജാവ് എന്താ ചെയ്തത്? 29-30 വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം, ശ്രദ്ധാപൂർവം വായിക്കാം. രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അവരെല്ലാം കർത്താവിന്റെ ആലയത്തിലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. രാജാവ് യൂദയായിലും ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും കണ്ടു. വലുപ്പച്ചെറുപ്പമെന്നിയ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു. ആ ജനത്തിന് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക. ഇതല്ലേ നേതൃത്വത്തിന് ഉത്തരവാദിത്വം? അത് മാതാപിതാക്കളാണെങ്കിലും, അത് വന്യവൈദികരാണെങ്കിലും, അത് സമർപ്പിതരാണെങ്കിലും, അഭിനന്ദ പിതാക്കന്മാരാണെങ്കിലും, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് നേതൃത്വത്തിന് ഉത്തരവാദിത്വം. അതെവിടെയായിരുന്നാലും കർത്താവിൻ്റെ ആലോചനകള്, കർത്താവിൻ്റെ ചട്ടങ്ങള്, കർത്താവിൻ്റെ കൽപ്പനകള് കർത്താവിൻ്റെ ജനത്തിന് വായിച്ച് കേൾപ്പിക്കുകയാ. എവിടെയാ തെറ്റുപറ്റിയത്? എവിടെയാ നമ്മൾ പിന്മാറിപ്പോയത്? എവിടെയാ കർത്താവിന്റെ അനുസരണക്കേട് കാണിച്ചത്? എവിടെയാ നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചത്? എവിടെയാ നമ്മൾ അവിടുത്തെ പ്രകോപിപ്പിച്ചത്? ഇത് നമുക്ക് അറിയണമെങ്കിൽ കർത്താവിൻ്റെ ആലോചന കിട്ടണ്ടേ? വചനം അറിയണ്ടേ? ഇത് വായിച്ച് കേൾപ്പിക്കുക. നിങ്ങൾ ആ വീഡിയോയിലൂടെ രംഗം നോക്കിക്കേ. നമ്മളതിന് അവസാന ഭാഗത്തോട്ട് വരിക. ഇത് ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടി. മാതാപിതാക്കൾ കുടുംബത്തെ വിളിച്ചു കൂട്ടണം. നമ്മൾ ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തണം. രാജാവ് വിളിച്ചു കൂട്ടിയിട്ട് എന്താ രാജാവ് ചെയ്യുന്നത് നോക്കിയേ നിങ്ങൾ. ആ രാജാവ് വായിക്കുകയാണ് നിയമഗ്രന്ഥം. അപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ തൊട്ടടിയിൽ നിൽപ്പുണ്ട്. ഇതൊക്കെ പുരോഹിതന്മാരാണ് നിൽക്കുന്നത്. ആ ദൈവത്തിന്റെ ആലോചനകൾ ജനത്തിന് പറഞ്ഞു കൊടുക്കുക. മാതാപിതാക്കൾ ഉത്തരവാദിത്വമുണ്ട്. വഴിമാറി പോകരുത്, അശ്രദ്ധ കാണിക്കരുത്. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ഈ തലമുറയിൽ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. നോക്കിയേ, ജനക്കൂട്ടം മുഴുവൻ കൂടിയിരിക്കുക. അവരോട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കൊടുക്കുക. അവർക്ക് ദൈവത്തിന് ദൂത് പറഞ്ഞു കൊടുക്കുക. രാജാവിന്റെ മുഖം നോക്കി അനുതാപഹൃദയത്തോടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനത്തിന് മേൽ ദൈവഭയത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ജനത്തിന് മേൽ ദൈവഭയത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു.
അവരെന്താ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. കർത്താവേ, അവിടെ കഴുത്തിലുണ്ടായിരുന്ന അന്യ ദൈവങ്ങൾ അത് കണ്ടു, അതൊക്കെ പൊട്ടിച്ചു കളയാ. കണ്ടു, ആ അന്യദേവ ആരാധനകൾ അവർ വലിച്ചു കിടന്നു. ആ ബാൽദേവനെ താഴ്ത്തിക്കിട്ടു. വിഗ്രഹ ശക്തികള്, അന്യാരാധനകൾ അതിനെല്ലാം കത്തിച്ചു കളയുകയാ. ദൈവഭയം ബലപ്പെടുത്തി, ദൈവഭയം പുനഃസ്ഥാപിച്ചു. കണ്ടു, ആ കാളക്കുട്ടി പോലെയുള്ള വലിയൊരു വിഗ്രഹ ശക്തിയാ അത്. സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം രാജാവ് കർത്താവായിട്ട് ഉടമ്പടി ചെയ്ത്, കർത്താവുമായിട്ട് ഒരു ഉടമ്പടിയിൽ രാജാവ് ഏർപ്പെടുകയാണ്. ആ വചനം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ആ വചനം ഏതാണെന്നറിയോ? ആ വചനം 31-ാമത്തെ വചനമാണ്. 31, 32 വചനങ്ങൾ. രാജാവ് എന്ത് ചെയ്തു? കർത്താവിനെ കണ്ടു, അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. ആദ്യം ആ കുടുംബനാഥൻ ഉടമ്പടി ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബം അങ്ങേക്കുള്ള കുടുംബമാണ്. ഞങ്ങൾ അങ്ങയുടെ വഴിയിൽ വ്യാപരിക്കും. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കും. ഞങ്ങൾ അങ്ങയുടെ പ്രമാണത്തെ ആദരിക്കും. ഒരു സമൂഹത്തിലാണെങ്കിൽ ആ മദർ, അവിടുത്തെ പ്രൊവിൻഷ്യൽ ടീം, ഇടവകയിലാണെങ്കിൽ അവിടുത്തെ വികാരിയച്ഛൻ, എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം നേതൃത്വത്തിന്, ആ ലീഡർഷിപ്പിനാണ് കർത്താവ് ഇത് കൊടുക്കുന്നത്. രാജാവ് ആദ്യം അത് ചെയ്തു. അതിനുശേഷം ജനത്തെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? 32-ാമത്തെ വചനം വായിച്ച് എന്താ അവിടെ സംഭവിച്ചത്? ജെറൂസലമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ ആവശ്യപ്പെട്ടു. തങ്ങളെ പിതാക്കന്മാരുടെ ദൈവമായി ചെയ്ത ഉടമ്പടി ജെറൂസലേം നിവാസികൾ അനുസരിച്ചു. അടുത്ത വചനം എന്താ? അനുസരിച്ചു. 33-ാമത് കണ്ടു, ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന സകല മ്ലേച്ഛതകളും ജോസിയ നീക്കം. എല്ലാവരും സന്തോഷത്തോടെ വായിച്ച്, ഇതാണ് നമ്മുടെ മിഷൻ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന നമ്മുടെ ഈ തലമുറയിലുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം ഇതാണ്. സകല മ്ലേച്ഛതകളും ജോസിയ നീക്കം ചെയ്തു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ നിവാസികളെ തന്റെ ജനം മുഴുവനെയും നിർബന്ധിച്ചു. മാതാപിതാക്കളെ നിർബന്ധിക്കണം മക്കളെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിയേ. ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവരെ നിർബന്ധിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കാൻ അവരെ നിർബന്ധിക്കണം. എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം വായിച്ച് കൃപ സ്വീകരിക്കുവാൻ നമ്മുടെ മക്കളെ നിർബന്ധിക്കണം. പരിശുദ്ധ കുദാശകളിൽ വളരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കണം. വിശുദ്ധിയിലും വിശ്വാസത്തിലും അനുസരണത്തിലും സ്നേഹത്തിലും വിശ്വസ്തതയിലും നമ്മുടെ തലമുറ വളർന്നു വരുവാൻ എല്ലാ ദിവസവും ദിനംതോറും നമ്മൾ അവരെ നിർബന്ധിക്കണം. ഇന്ന് ചില മാതാപിതാക്കൾക്ക് ഒരു ചിന്തയുണ്ട്, എന്തിനാ അവരെ നിർബന്ധിക്കുന്നത്? നമ്മൾ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ, നമ്മളവരെ ശല്യം ചെയ്യാൻ പോകണ്ട. അതുകൊണ്ട് അനേകം മക്കൾ വഴിതെറ്റിപ്പോകുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് ചിന്തിച്ച് അവർ വഴിമാറിപ്പോകുന്നു. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ മ്ലേച്ഛതയിൽ പെട്ടുപോകുന്നു. കഞ്ചാവിലും മയക്കുമരുന്നിലും വഴിവിട്ട ദൈവനിഷേധത്തിലും ലൈംഗിക അരാജകത്വങ്ങളിൽ എന്തോരം സെക്ഷൽ അബ്യൂസുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ലൈംഗികമായി ദുരുപയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ നിർബന്ധിക്കണം വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശ്വാസത്തിൽ വളരാൻ, ദൈവവചനം അനുസരിക്കാൻ, എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ, കുടുംബ പ്രാർത്ഥന സജീവമായി പങ്കെടുക്കാൻ, ദൈവഭയത്തോടെ ജീവിക്കാൻ അവരെ നിർബന്ധിക്കണം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വികാരിയച്ഛൻ തന്റെ ഇടവക ജനം ദേവാലയത്തിൽ വരുവാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ അവരെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ജോസി അവരെ നിർബന്ധിച്ചു. അവസാനം എന്താ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്? അവന്റെ ജീവിതകാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയില്ല. കണ്ടോ, ജനം കർത്താവിൽ ഉറച്ചു നിന്നു. അവർ ദൈവഭയത്തോടെ ജീവിച്ചു. അതാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തിയത്. ദുഷ്ടതയുടെ നാളുകളിൽ ജോസിയ ദൈവഭയം പ്രബലപ്പെടുത്തി.
നഷ്ടപ്പെട്ടു പോയ ദൈവഭയം വീണ്ടെടുക്കുകയാണ്. ഈ തലമുറയിൽ നമ്മുടെ ദൗത്യം ഇത് തന്നെയാണ്. അവസാനം പരിശുദ്ധാത്മ സാക്ഷ്യം നൽകി. ആ സാക്ഷ്യം എന്താണെന്നറിയൂ? പ്രഭാഷകന്റെ പുസ്തകം 49 അധ്യായം 4 വചനമാണ് ആ സാക്ഷ്യം. ഇതാണ്: ദാവീദ്, ഹെസക്കിയ, ജോസിയ എഴുതി ജോസിയ എന്നിവരൊഴികെ മറ്റെല്ലാ രാജാക്കന്മാരും പാപത്തിൽ മുഴുകി. ദൈവത്തിന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂദാ രാജവംശം അസ്തമിച്ചു. എവിടെ പാപമുണ്ടോ അവിടെ ക്ഷയമാണ്, അവിടെ നാശമാണ്, അവിടെ തകർച്ചയാണ്. എന്താ ഇതിന് കാരണം? ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ ആരംഭ ദിനത്തിൽ നമ്മൾ രാജാവായ ജോസിയായിലൂടെ ഇത് ധ്യാനിക്കുകയായിരുന്നു. അടുത്ത 6 ദിനങ്ങളിൽ ഇതിൻ്റെ വിലപ്പെട്ട ആത്മീയ പ്രവചനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. നിങ്ങൾ അനേകരോട് പറയണം, ഈ 9 മുതൽ 10:30 വരെയുള്ള സമയം വളരെ വിലപ്പെട്ടതായി. നിങ്ങൾ പലതും മാറ്റിവെച്ച് സാധിക്കുന്നവരൊക്കെ പരിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഒന്നിച്ച് സ്ക്രീനിൽ വചനം തെളിയുമ്പോൾ ഈ പരിശുദ്ധ വചനത്തിലോട്ട് നോക്കി വചനം വായിച്ച് കൃപ സ്വീകരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ദൈവഭയം വീണ്ടെടുത്ത് ദൈവഭയത്തിൻ്റെ ആത്മാവിൽ നിരന്തരം ജീവിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അനേകരോട് നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കുവെക്കുക. നമുക്ക് പരിശുദ്ധ കുർബാനയായി വരുന്ന ഈശോയെ ആരാധിക്കാം. എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്കാരാധന, ആരാധന, ആരാധന, നല്ല കർത്താവേ, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, ഞങ്ങൾ ചൊരിയണമേ, അഭിഷേകം നൽകണമേ, അങ്ങയെ ഞങ്ങൾ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, പരിശുദ്ധനായവനെ, ബലവാനായവനെ, നിത്യനായവനെ, ഞങ്ങൾ ഒന്നിച്ചങ്ങേ ആരാധിക്കുന്നു. ഈശോയേ, 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 ഭയഭക്തി ആദരവോടെ ആരാധിക്കാൻ കൃപ തരണമേ, ആരാധിക്കാൻ കൃപ തരണമേ, ഭയഭക്തി ആദരവോടെ ആരാധിക്കാൻ കൃപ തരണമേ. ഈശോ, 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 കരമുയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന,
ആയിരിക്കുന്ന എല്ലാവരും ഭയഭക്തി ആദരവോടെ പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവായ ഈശോയുടെ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് നമ്മൾ അവിടുത്തെ ആരാധിക്കുകയാണ്. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം ഭയഭക്തി ആദരവോടെ കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ്, പ്രധാന ദൂതന്മാർ പോലും അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഭയപ്പെടുകയാണ്. അത്രയും മഹത്വപൂർണനായ നമ്മുടെ കർത്താവ്. നമ്മൾ രാജാവായ ജോസിയായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ പാപമ്ലേച്ഛത നിറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ ദൈവഭയം അവൻ പ്രബലപ്പെടുത്തി. ആമേൻ. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം ഈ തലമുറയിൽ എന്താണ്? ദൈവഭയം പ്രബലപ്പെടുത്തുക. ദൈവഭയത്തിന്റെ ആത്മാവിൽ ഈ തലമുറയെ ഉണർത്തുക. കർത്താവിന്റെ സന്നിധിയാൽ താരിയിലേക്ക് കരങ്ങൾ തുറന്നു പിടിക്കുക. എല്ലാവരും തുറന്നു പിടിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. രാജാവായ ജോസി അനുതപിച്ചില്ലേ? നിയമഗ്രന്ഥം വായിച്ചു കേട്ട് കർത്താവിന്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞപ്പോൾ അനുതാപ ഹൃദയത്തോടെ വസ്ത്രം കീറി കണ്ണുനീരോടെ രാജാവ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന് മുമ്പിൽ ഈ സമയം നിലവിളിയോടെ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. നഷ്ടപ്പെട്ടു പോയ ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വീണ്ടും പകരണമേ, വീണ്ടും വർഷിക്കണമേ. ഹൃദയ തകർച്ചയോടെ നമ്മൾ പ്രാർത്ഥിക്കുക. കണ്ണുനീരോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കുക. എല്ലാവരും നീട്ടിപ്പിടിക്കുക സഹോദരങ്ങളെ, എല്ലാവരും നീട്ടിപ്പിടിക്കുക. യെശയ്യാ പ്രവചനം 11:2 പറയുന്നു, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ദൈവഭയത്തിന്റെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ്. The spirit of the fear of the Lord, the spirit of reverence. ദൈവഭയത്തിന്റെ ആത്മാവ്, ഭയഭക്തി ആദരവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനം ഏറ്റെടുക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ വചനം സ്വന്തമാക്കുക. നമ്മുടെ സമൂഹങ്ങളിലേക്ക് ഈ വചനം സ്വന്തമാക്കുക. താരയിലേക്ക്, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് അനുതാപ ഹൃദയത്തോടെ, ഹൃദയം നുറുങ്ങി നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രകാരം പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവായ ദൈവമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവായ ദൈവമേ, സഭയിൽ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, സഭ മുഴുവനിലും ദൈവഭയത്തിന്റെ ആത്മാവായി
ആത്മാവായി നിറയണമേ. ദൈവഭയത്തിന്റെ ആത്മാവായി നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവായി ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ. വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവവിചാരം അറ്റുപോയ, ദൈവവിചാരം അറ്റുപോയ, ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ ആത്മാക്കളിലേക്കും എല്ലാ ആത്മാക്കളിലേക്കും സകല ജീവിതങ്ങളിലേക്കും സകല ജീവിതങ്ങളിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവായി ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ. വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവഭയം, ദൈവഭയം ദൈവഭയം നഷ്ടപ്പെട്ടത് മൂലം ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആത്മീയമായ ധാർമ്മികമായ എല്ലാ തകർച്ചകളിൽ നിന്നും പരിശുദ്ധാത്മാവേ, എല്ലാവരും വിളിച്ചേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. ദൈവഭയത്തിന്റെ ആത്മാവിനാ ഞങ്ങളെ വീണ്ടെടുക്കണമേ. നമ്മൾ ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോൽ ആത്മാവിനെ വർഷിക്കണമേ. ദൈവവിചാരം അറ്റുപോയ എല്ലാ ജീവിതങ്ങളിലേക്കും, ദൈവവിചാരം അറ്റുപോയ എല്ലാ കുടുംബങ്ങളിലേക്കും, ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ ഇടങ്ങളിലേക്കും കർത്താവേ ദൈവഭയത്തിന്റെ അരൂപിയെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. ഒരു നിമിഷം കരങ്ങൾ കോർത്ത് പിടിച്ച് സഹോദരങ്ങളെ, ഭവനത്തിലായിരിക്കുന്നവരെ ആരും അടിക്കരുത്. നിങ്ങൾ പരസ്പര കരങ്ങൾ കോർത്ത് പിടിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുക. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിലവിളിക്കുക. സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുക. മക്കളെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിലവിളിക്കുക. വന്യവൈദികരെ, ദൈവജനത്തിന് വേണ്ടി നിലവിളിക്കുക, ദൈവജനത്തിന് വേണ്ടി നിലവിളിക്കുക. കണ്ണുനീരോടെ വിശ്വാസത്തോടെ ഒന്നിച്ചൊരു മനസ്സോടെ കരങ്ങൾ കോർത്തു പിടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. വർഷിക്കണമേ, ആത്മാവിനെ വർഷിക്കണമേ, അരൂപിയെ വർഷിക്കണമേ. ദൈവഭയത്തിന്റെ ആത്മാവിനെ, ദൈവഭയത്തിന്റെ ആത്മാവിനെ, ദൈവഭയത്തിന്റെ ആത്മാവിനെ കർത്താവ് വർഷിക്കണമേ. ഞങ്ങളെ വീണ്ടെടുക്കണമേ, വീണ്ടെടുക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഒരു നിമിഷം കോർത്ത് പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സഭ ദൈവഭയത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെടുവാൻ, ദൈവഭയത്തിന്റെ അരൂപിയാൽ വീണ്ടെടുക്കപ്പെടുവാൻ കണ്ണുനീരോടെ വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ കോർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ കുർബാനയുടെ തിരുമുൻപിൽ ഒന്നിച്ചൊരു മനസ്സോടെ വീണ്ടും നമ്മൾ ഏറ്റുപാടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. ആത്മാവിനെ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാം മടന്ന് കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ വർഷിക്കണമേ, കർത്താവെ വർഷിക്കണമേ. രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക്, സമർപ്പിത കൂട്ടായ്മകളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, യുവജനങ്ങളിലേക്ക്, ദമ്പതിമാരിലേക്ക് കർത്താവേ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ,
ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ, ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ, ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ. Lord, anoint us, anoint us, anoint us. അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തെ, ഈ തലമുറയെ ദൈവഭയത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത 6 ദിനങ്ങളിൽ വലിയ കൃപ നമ്മളിൽ ഒഴുകപ്പെടുവാൻ ദൈവഭയത്തിന്റെ ആത്മാവിനാൽ രാജ്യങ്ങൾ, ദേശങ്ങൾ, ജനപദങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, നമ്മുടെ സഭ മുഴുവൻ നിറയപ്പെടുവാൻ നമ്മൾ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കണം. സാധിക്കുന്നവരൊക്കെ അല്പം പരിത്യാഗമെടുത്ത് കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികളൊക്കെ ഒത്തിരി സ്നേഹത്തോടെ കാഴ്ചവെച്ച് എൻ്റെ സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ വലിയ കൃപയും അഭിഷേകം ഒഴുകപ്പെടുവാൻ ജനലക്ഷങ്ങൾക്ക് ഷെക്കേന ന്യൂസിലൂടെ ഈശോ തന്നിരിക്കുന്ന ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ഏറ്റവും ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുക. നമ്മൾ എന്തുമാത്രം ഇതിനായി ഒരുങ്ങുന്നുവോ അതിനനുസരിച്ച് കർത്താവ് അഭിഷേകം പകരും, കൃപകൾ നൽകും. നമുക്ക് അതിനായി ആഗ്രഹിക്കാം. ഒപ്പം നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായി തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യട്ടെ. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. ഈശോയേ, 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 കൃപ ചൊരിയണമേ, കരുണ വർഷിക്കണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ കൃപാവരങ്ങൾ പകരണമേ കർത്താവേ. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് മുദ്ര വെക്കണമേ. ഞങ്ങളെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ കൂട്ടായ്മകൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ സഭയെ ശക്തീകരിക്കണമേ. ഈ ലോകം മുഴുവനെയും ദൈവഭയത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കണമേ. ഈശോ, 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 നന്ദി, നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.